വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പോകുന്നത്. കളിക്കാവിള കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു എന്നതാണ് ആ വാർത്ത. നേമം സ്വദേശിയായ അമ്പിളിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. തമിഴ്നാട് പോലീസാണ് ഇയാളെ പിടികൂടിയത്. രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ. വിവരങ്ങളുമായി വിജിൻ ചേരുന്നു. വിജിൻ, ഇന്നലെ നമ്മൾ ഏറെ ദുഃഖത്തോടെ കേട്ട വാർത്തയായിരുന്നു ആ കൊലപാതകം. ഇപ്പോൾ അതിൽ പ്രതി പിടിയിലായിരിക്കുന്നു. നേമം സ്വദേശി അമ്പിളിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊലപാതക കാരണമടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ പോലീസിന്? മനു, എന്തായാലും ദാരുണമായ കൊലപാതകത്തിൽ പ്രതിയിലേക്ക് തമിഴ്നാട് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നേമം മലയം സ്വദേശി അമ്പിളി എന്ന വിളിപ്പേരുള്ള ആളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ യഥാർത്ഥ പേര് അമ്പിളിയല്ല, ആക്രി കച്ചവടക്കാരനാണ് ഇയാളെന്നാണ് വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന വിവരങ്ങളും പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതൊന്നും ഔദ്യോഗികമായി പുറത്തു വന്ന വിവരങ്ങൾ അല്ലെങ്കിലും ഇയാൾ ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി കളിക്കാവിളയിൽ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി ഈ ദീപുവിൻ്റെ കാറിൽ കയറുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തി കാറ് ഓടിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് അനൗദ്യോഗികമായി പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊക്കെ അല്പസമയത്തിനകം സ്ഥിരീകരണം വരും. പ്രതി പിടിയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നേരത്തെ തമിഴ്നാട് സ്വദേശികൾ ആകാം എന്ന കാര്യമൊക്കെ അത്തരത്തിലുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മലയാളി തന്നെയാണ് കൊലയാളി എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. കൂടുതൽ ആളുകളുടെ പങ്ക് എന്താണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും നേരത്തെ ഒരു വികലാംഗനായിട്ടുള്ള ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വന്നിരുന്നു. വികലാംഗനാകാം പ്രതി എന്ന സംശയം ഒക്കെ പോലീസിനുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ അത്തരത്തിൽ ഒരു വികലാംഗരായി അഭിനയിച്ചതാണോ എന്ന കാര്യത്തിലും ഇപ്പോൾ നിലവിൽ പോലീസിന് സംശയമുണ്ട്. എന്തായാലും ഇതിലൊക്കെ വ്യക്തത വരുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മൾ നേരത്തെ പോലും പ്രാഥമികമായി മനസ്സിലാക്കുന്നത് സാമ്പത്തിക വിഷയം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണോ? തീർച്ചയായും മനു, അത്തരത്തിൽ തന്നെയാണ്. 10 ലക്ഷം രൂപ, കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ ഉൾപ്പെടെ ഈ നഷ്ടപ്പെട്ടു എന്ന കാര്യം പോലീസിന് ഇന്നലെ തന്നെ വ്യക്തത വന്നിരുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങൾ കാരണം ഉള്ള കൊലപാതകമാണ് ഇത് എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ പോലീസ് അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം പോലീസ്, കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ ഒന്നും ലഭ്യമാകുന്നില്ല. കാരണം ഇത് തമിഴ്നാട് പോലീസാണ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ കേരള പോലീസും ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പ്രതി ആയിട്ടുള്ള ആളെ കസ്റ്റഡിയിൽ തമിഴ്നാട് പോലീസ് എടുത്തിരിക്കുന്നത്. നിലവിൽ ആക്രി കച്ചവടം നടത്തുന്ന ആളാണ് ഈ അമ്പിളി എന്ന വിളിപ്പേരുള്ള ആൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥ പേര് വ്യക്തമല്ലെങ്കിലും മലയാളിയായ നേമം സ്വദേശി മലയം സ്വദേശിയായ അമ്പിളിയെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരം. കൂടുതൽ ആളുകളുടെ പങ്ക്, നേരത്തെ ഈ ദീപുവിനോട് പണം ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തവർ ആരൊക്കെ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ, അതുമായി ഈ കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും. ഇപ്പോൾ വരുന്നത് പ്രാഥമികമായ വിവരമാണ്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകി മലയാളിയാണ്. ഈ കോറിയൊക്കെ നടത്തുന്ന ആളാണ് കൊല്ലപ്പെട്ട ദീപു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഇടപാടുമായി ബന്ധപ്പെട്ട് പലരുമായും അത്തരത്തിലുള്ള ഇടപാട് ഉണ്ടായിരുന്നു. ഇതിൽ ഉള്ള വിദ്വേഷമോ പണം നൽകാത്തതോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത ഇനി വരേണ്ടതുണ്ട്. എന്തായാലും കൊലയാളി എന്ന് സംശയിക്കുന്ന, കൊലയാളി ആണ് എന്ന് വിശ്വസിക്കുന്ന പ്രതിയെ ഇപ്പോൾ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മനു, ശരി, ഓക്കെ, താങ്ക് യു വിജിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കളിക്കാവിള കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു. നേമം സ്വദേശി അമ്പിളി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതാണോ യഥാർത്ഥ പേരെന്നതിനെക്കുറിച്ച് തമിഴ്നാട് പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. കാരണം തമിഴ്നാടിൻ്റെ ഭാഗത്താണ് ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും പ്രതി പിടിയിലായിരിക്കുന്നു. ആക്രി കച്ചവടക്കാരനാണ് പ്രതി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ സമഗ്രമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. വിജിനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.